ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടാൽ അറിയാം, ഒരുപാട് ടെൻഷനും ഒരു കൺഫ്യൂഷനിലിടയിലാണ് ഈ ട്രാവൽ തന്നെ ചെയ്യുന്നത്. ഇത് 3-ാം തീയതി രാത്രിയാണ്. നമ്മൾ നേരെ ഷിഫ്റ്റിന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ പോവാണ്. പോകുമ്പോൾ തന്നെ നമ്മൾ പെട്ടിയൊക്കെ ആയിട്ടാണ് പോയത്. അങ്ങനെ 1 o'clock ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്തു. അവിടെ എത്തിയപ്പോൾ അറിയണത് ഇൻഷുറൻസ് മാൻഡറ്ററി ആണ്, എന്തായാലും എടുക്കണമെന്ന്. ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് തന്നെ നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ നേരെ ഖത്തർ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ ബിൻഷുനെ ആയിരുന്നു തപ്പിയത്. പെട്ടെന്ന് സുഹയിലും വന്നു. അങ്ങനെ ബാഗൊക്കെ എടുത്ത് പോയി. വലിയ വെയിറ്റ് ഒന്നുമില്ല, 20 കിലോ ഉണ്ടായിരുന്നുള്ളൂ. 3 ദിവസത്തേക്ക് 20 കിലോ അലവൻസ് ആയിട്ടാണ് പോകുന്നത്. അമൽ ഭയങ്കര പണിയിലാണ്, തിരക്ക്. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. നല്ല സീറ്റൊക്കെ തന്നു. പിന്നെ അധികം ലോഡില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ നല്ല സീറ്റൊക്കെ കിട്ടി. നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അങ്ങനെ ചെക്ക് ഇൻ ചെയ്തൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ലോഞ്ചിൽ പോയി ഗായ്സ്. അങ്ങനെ നമ്മൾ ലോഞ്ചിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ടെൻഷൻ നല്ല രീതിയിലുണ്ട്. അങ്ങനെ നമ്മൾ ലോഞ്ചിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് സെക്യൂരിറ്റി ക്ലിയർ ചെയ്ത് നമ്മൾ ബോർഡിംഗ് ഗേറ്റിലെത്തി. എല്ലാവരും ബോർഡ് ചെയ്തു. നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ലാസ്റ്റ് ബോർഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ടെൻഷൻ ഉണ്ട്, കാരണം ഡയറക്റ്റ് ടിബ്ലീസിലേക്കാണ് ടാഗ് ചെയ്ത് ചെക്ക് ഇൻ ചെയ്ത്. ദോഹയിലെത്തുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഗൈസ്. നമ്മൾ ഏതാണ്ട് നിമിഷങ്ങൾക്കകം ഫ്ലൈറ്റ് എയർബോൺ ആവും. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പാസഞ്ചറും ഓൺ ബോർഡായി. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സ് എന്തോ ഡിലേ ആയിട്ടാണ് ടേക്ക് ഓഫ് ആയത്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് സീറ്റിലാണ് ഇരുന്നത്. അതെന്തായാലും നല്ല സുഖമായിരുന്നു. അടുത്തൊന്നും ആരില്ലായിരുന്നു. അങ്ങ് ഒറ്റയ്ക്ക് ഇരുന്ന് സുഖിച്ച് പോവുമായിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു വരുവാണെന്ന്. ജസീറയുടെ ഫ്ലൈറ്റ്സും ഈ ബാക്കിലിരുന്ന് ഈ ഒരു എയർപോർട്ട് വ്യൂ കാണാനൊക്കെ എന്ത് രസമായിരുന്നു, അടിപൊളി. ഇതൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മൾ ഡെയിലി ഫ്ലൈറ്റ് കണ്ടാലും എത്ര കണ്ടാലും മതിയാവാത്ത ഒരു ഹരമാണ് ഈ ഏവിയേഷൻ ഫീൽഡ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകുന്ന ഈ താഴെ കാണുന്നതൊക്കെ ഫർവാനിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സ്ഥലം, ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലം. ടെൻഷൻ കൊണ്ട് ഉറങ്ങാനും പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ദോഹയിൽ ചെന്നിട്ട് ബാക്കി ഡെസിഷൻ എടുക്കാം എന്നുള്ളതാണ്. ഡെസിഷൻ എന്നല്ല, എന്താവും എന്നുള്ളത് അവിടെ ചെന്ന് നോക്കാം എന്ന് വെച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. സിനിമ കാണാമെന്ന് വെച്ച് IV ഓപ്പൺ ചെയ്തു. പക്ഷെ എന്നാലും മൈൻഡൊന്നും ക്ലിയർ ആവുന്നില്ല. എന്തൊക്കെയോ വയ്ക്കുന്നു. കണ്ടിന്യൂസ് ഒന്നും കാണാനും പറ്റുന്നില്ല. വ്യൂ ഒക്കെ കണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ പോകുമ്പോഴത്തേക്കും ഒരു സൺറൈസ് കാണുന്നത്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക്. ഇവിടെ വന്നപ്പോൾ നമ്മൾ മോർണിംഗ് എണീറ്റ് ബീച്ചിൽ പോയിട്ട് സൺറൈസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഈ ഓൺ എയറിൽ ഇങ്ങനെ ഇങ്ങനെ പോണ സമയത്ത് ഒരു സൺറൈസ് കാണുക എന്ന് പറയണത് അത് അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ടൈം പോയപ്പോൾ തന്നെ ഞാനിങ്ങനെ റെഡാറിൽ നോക്കിയായിരുന്നു ട്രാവൽ ചെയ്യുമ്പോൾ. നമ്മളുടെ ദോഹയിൽ നിന്ന് കുവൈറ്റിലേക്ക് പോകുന്ന കുവൈറ്റ് ദോഹ കുവൈറ്റ്, ഈ രണ്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഫുള്ളും വെള്ളത്തിൻ്റെ മുകളിലേക്കുള്ള യാത്രയാണ്. ദിസ് ഇസ് വാട്ട് ഇതാണ് ആ ഒരു സൺറൈസിൻ്റെ വ്യൂ. ഓൾമോസ്റ്റ് ഞാൻ ദോഹയിൽ എത്താനായി ഗൈസ്. അവിടെ എത്തിക്കഴിഞ്ഞ് എന്താവുന്ന ഐഡിയ ഇല്ല. നമുക്ക് ബാക്കി വഴിയെ കാണാം. ഞാൻ എന്തായാലും ദോഹ എയർപോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ഒരുപാട് ട്രാൻസിറ്റിൽ ഗേറ്റിൽ കുറേ സംഭവങ്ങളുണ്ട്. ഗാർഡനിങ് ഒക്കെ. ഞാൻ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു.